ഹലോ, ഇന്ന് ഇവിടുത്തെ ഒരു മോർണിംഗ് ആണ് നിങ്ങളിത് കാണുന്നത്. എത്ര ക്ലൗഡി ആണെന്ന് നോക്കിയാൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ചെറിയ മഴയൊക്കെ പെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടത്. സ്റ്റഫ്ഡ് ഓംപ്ലെറ്റ് ആണ്. അപ്പം അറിയൊന്നുമില്ല, പക്ഷെ ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ അടുക്കള. എല്ലാം ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ്. സോ ഇതിപ്പം പാന് വെച്ചു, പാനിൽ എണ്ണ ഒഴിച്ചു. എണ്ണയൊന്നും ഏതാന്ന് പോലും അറിയില്ല, ഇവിടെ നിന്ന് കിട്ടിയ കടയിൽ നിന്ന് മേടിച്ചു. പിന്നെ ഗാർലിക് ഇട്ടു, പിന്നെ ക്യാപ്സിക്കവും ഒണിയനും കട്ട് ചെയ്തതിട്ടു. നന്നായി സോട്ട് ചെയ്യണം. പിന്നെ കണ്ടോ, എല്ലാം ചെറിയ ചെറിയ പാത്രമൊന്നുമില്ല, ചിലതൊന്നും കവർന്ന് മാറ്റിയിട്ടില്ല. ഉപ്പിട്ടു, എന്നിട്ട് അതൊന്നും വയറ്റാൻ വേണ്ടി ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം നമ്മളിതിലേക്ക് ഇടും. അപ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വരണം. അപ്പോൾ ഇത് നന്നായി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഓരോ പൗഡർ നമ്മൾ ആഡ് ചെയ്തു. ഇത് പെപ്പർ പൗഡറാണ്, പിന്നെ നമ്മൾ ചില്ലി പൗഡറും കൊറിയാൻഡർ പൗഡറാണ്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അവൾ തന്നത് അതുപോലെ ഞാൻ ഇങ്ങെടുത്തു. അപ്പം ഇത് കൊറിയാൻഡറും കുറച്ചിട്ടു, ചില്ലിയും കുറച്ചിട്ടു. ഇനി മഞ്ഞൾപ്പൊടി അതും ഞാൻ ഇവിടുന്ന് തപ്പിപ്പിടിച്ച് മേടിച്ച് അതും ഇട്ടു. അതും ഇടും. ഇനി അത് കഴിയുമ്പം ഇത് നന്നായി സോട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ അത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. ചില വീഡിയോ പാർട്സൊക്കെ മിസ്സിങ് ആണ്, കാര്യമാക്കേണ്ടത്. ഇതൊക്കെ ആദ്യമായിട്ടുള്ളതല്ലേ, അപ്പം ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്നിട്ട് ഈ പാന് തന്നെ നമ്മളൊന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മുട്ട റെഡിയാക്കണം. അതിന് ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഈ 4 മുട്ട നന്നായിട്ട് ഒരു പാത്രത്തേക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പം ആ പ്രോസസ്സാണിപ്പം. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് അത് ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് ഇടണം. അപ്പം നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുട്ട ഒഴിക്കുക. പിന്നെ ഈ മുട്ടയൊന്ന് വേവാനുള്ള ടൈമിലേക്ക് അതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊരു നല്ല ബേസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. അപ്പോൾ അതൊരു കട്ടി ബേസ് വരും. ഇപ്പം നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്റ്റഫിങ് നമ്മൾ ഇതിലേക്ക് ഒരു പോർഷനിലേക്ക് ഇടുക. ഇൻ കേസ് നിങ്ങൾക്കിത് നന്നായിട്ട് വെന്തിട്ടുള്ള രീതിയിലാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബോയിലാവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിടുക. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് മടക്കി കൊടുക്കണം. അപ്പം മടക്കുന്ന പ്രോസസ്സ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടുത്തെ തണുപ്പ് കാരണം നമ്മളിത് തൊടുമ്പം ചൂടൊന്നും നമുക്ക് വലിയ കാര്യത്തിൽ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ടൊക്കെയാണ്, ചപ്പാത്തി ആണെങ്കിലും എല്ലാം നമ്മൾ കൈകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് പറ്റില്ല. പക്ഷെ തണുപ്പിൻ്റേതാണെന്ന് തോന്നുന്നു. അപ്പം ഇത് നന്നായിട്ട് റോൾ ചെയ്യുക, എന്നിട്ട് നന്നായി ഒന്ന് വേവിക്കുക. എന്നിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം അതാണ് നമ്മുടെ മഷ്റൂം സ്റ്റഫ്ഡ് ഓംപ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുന്ന വീഡിയോയും കാണിച്ചു തരാം. അപ്പോൾ പിന്നെന്താണ്, ഇതാണ്. അപ്പോൾ ഇതൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റായി. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി അങ്ങനെ പോയി. പക്ഷെ ഡെയിലി എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും, പക്ഷേ